നമസ്കാരം. ഞാൻ കൊടുവായൂർ പഞ്ചായത്തിലെ എത്തന്നൂരിൽ തൂവൽ സ്പർശം എന്ന വയോജന കേന്ദ്രത്തിലാണ്. ഇവിടെ തീർത്തും ആശയറ്റ നിരാലംബരായ ഒരുപാട് അച്ഛനമ്മമാർക്ക് ഇടം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ചിലരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫീസ് ഈടാക്കിക്കൊണ്ട് അവർക്ക് പരിചരണം നൽകുന്നുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ജാഫർ സാറും അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. അവരുടെ ജീവിതം ഇവരോടൊപ്പമാണ്. ഞങ്ങൾക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ അവർ മരണപ്പെട്ടു പോയി. അവരെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു അടിസ്ഥാനം വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളിനെ പോലെ ഇവരിനെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചും ഇതിലോട്ട് മുന്നോട്ട് വന്നത്. തീർച്ചയായും ഇതൊരു ഞങ്ങളുടെ പിറ്റേക്കാലവും ഈ സ്ഥാപനം മുന്നോട്ട് പോകണം എന്നുള്ള ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് നല്ലൊരു താമസ സൗകര്യം സ്വന്തമായി ഉണ്ടാക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് എല്ലാവരിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, അപേക്ഷിക്കുന്നത്. കൊടുവായൂരിൽ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്ത് ടുവേർഡ്സ് ആലത്തൂർ എത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. തൂവൽ സ്പർശം വൃദ്ധജന സംരക്ഷണമാണ്. വൃദ്ധജനങ്ങളായി ആരാരും ഇല്ലാത്തവരുമുണ്ട്, എല്ലാവരും ഉള്ളവരും സംരക്ഷണം ആവശ്യപ്പെട്ട് ഇവിടെ നമ്മളുടെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം കിടപ്പിലല്ലാത്ത നടക്കാവുന്ന പേഷ്യൻസ് മാത്രമാണ് ഈ കാണുന്ന എൻ്റെ രക്ഷിതാക്കളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന, ഇവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാക്കി കൊടുക്കുന്നത് സ്റ്റാഫ് അംഗങ്ങളാണ്. നഴ്സസ് ഉണ്ട്, ഓഫീസ് സ്റ്റാഫുകളുണ്ട്, കെയർ ടേക്കേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഞങ്ങൾ ഇവരിനെയൊക്കെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾക്കുള്ള ഒരേ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ആയിട്ടില്ല. ഏകദേശം 8 വർഷമായിട്ട് ഇത് വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സംരക്ഷണം ആവശ്യപ്പെട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. അവർക്കൊക്കെ അവർ ആഗ്രഹിക്കുന്ന സംരക്ഷണങ്ങൾ കൊടുക്കാനുള്ള തയ്യാറുള്ള നഴ്സസ് ഉണ്ട്, കെയർ ടേക്കേഴ്സ് ഉണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലും സ്ഥല സൗകര്യങ്ങൾ പരിമിതി കൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിനെ മാത്രമേ സംരക്ഷണത്തിന് എടുക്കാൻ കഴിയുന്നുള്ളൂ. ഇതുപോലെ കൂടുതൽ പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാനും അവർക്ക് അന്തസ്സോടെ കൂടിയുള്ള വാർദ്ധക്യം പ്രദാനം ചെയ്യാനും സംഘടനകളായിട്ടും വ്യക്തികളായിട്ടും നമ്മൾക്ക് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാർദ്ധക്യം അന്തസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്ഥാപനം നിലനിർത്തി നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സ്വന്തമായ ഒരു കെട്ടിടവും സാമ്പത്തിക സഹായവും നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി സേവന സന്നദ്ധരായ നിരവധി സന്നദ്ധ പ്രവർത്തകരും ഇതോടൊപ്പം ഉണ്ട്. ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് സുമനസ്സുകളുടെ സഹൃദയരായ ആളുകളുടെ ആശ്വാസ പ്രവർത്തനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടുമാണ്. നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വിശേഷാവസരങ്ങളിൽ ഭക്ഷണം നൽകിക്കൊണ്ടും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടും നമ്മുടെ ഈ അച്ഛനമ്മമാരെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്തണമെന്ന് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്.